ഓക്കെ, എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ആസിഡുകളും ആൽക്കലികളും എന്ന ചാപ്റ്റർ ആണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ആസിഡുകളും ആൽക്കലികളും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരു വസ്തു എടുത്തിട്ട് അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാ? നമ്മൾ സാധാരണ രീതിയില് pH നോക്കും. എങ്ങനെ pH നോക്കുക? ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് അതിലിങ്ങനെ ഉരസും അല്ലെ, ഉരസിയിട്ട് എന്ത് ചെയ്യും? അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യും. ലിറ്റ്മസ് പേപ്പർ. ഈ ലിറ്റ്മസ് പേപ്പർ എന്താണ്? നമ്മളെ ചെമ്പരത്തി പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയപ്പോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയപ്പം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തി പേപ്പർ അതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ചെമ്പരത്തിന്റെ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു കറ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ചെമ്പരത്തി പേപ്പർ പോലെ തന്നെ ലബോറട്ടറിയിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പേപ്പറാണ് ലിറ്റ്മസ് പേപ്പർ. ഇത് ഏതൊക്കെ കളറിലാ ഉള്ളത്? വേഗം പറയൂ. ചുവപ്പ് കളറിലുണ്ട്, നീല കളറിലുണ്ട്. പഠിച്ചു പോണേ, കൂടെ തന്നെ പഠിച്ചു പോവാ. ചുവപ്പ് കളറിലും നീല കളറിലും എന്തുണ്ട്? ലിറ്റ്മസ് പേപ്പർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആസിഡ് ആണെങ്കിൽ ഏത് പിന്നെ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുക? ആസിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്? ആ ആസിഡ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നീല ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യും. ഈ നീല എന്ത് ചെയ്യും? റെഡ് കളറിലാവും. അപ്പൊ ഇത് ചിലർക്കൊക്കെ മാറിപ്പോവാറുണ്ട്. ഇതിനൊരു ഐഡിയ പറഞ്ഞുതരാം. ആസിഡ് എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരിക? ആസിഡ് എന്ന് കേൾക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, റെഡിഷ്, അതായത് നല്ല വീര്യം കൂടിയ സംഭവമല്ല ആസിഡ് എന്ന് പറയുമ്പോൾ. ആസിഡ് നമ്മളെ ഉയരെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ആസിഡ് കഴിച്ചിട്ട് മുഖമൊക്കെ ഒരു ഭാഗം ഫുള്ള് പൊള്ളിയിട്ടുള്ളത്. അപ്പൊ ഈ ആസിഡ് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഡേഞ്ചറാ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ആസിഡിന്റെ റിസൾട്ട് എപ്പോഴും എന്തേക്കരം? ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം റെഡ് കളറാണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെച്ചൂടെ? അപ്പൊ റെഡ് കളറാണ് അതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പോ ആസിഡ് റെഡ് കളർ ആവണം എന്നുണ്ടെങ്കിൽ അവിടെ നീല ലിറ്റ്മസ് പേപ്പർ ആവും യൂസ് ചെയ്യുക. കാരണം നീല യൂസ് ചെയ്താലല്ലേ അവിടെ റെഡ് ആവുള്ളൂ. റെഡ് തന്നെ യൂസ് ചെയ്തിട്ട് റെഡ് ആവൂലല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കുക. നീല ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ത് കിട്ടും? റെഡ് കളർ കിട്ടും. ഓർത്തിരിക്കണേ, ആസിഡിലെ നീല ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് കളറാവും? ആ നീല ലിറ്റ്മസ് പേപ്പർ റെഡ് കളറാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആസിഡ് ആണ് എന്ന്. സെറ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ മറ്റേത് എന്തെങ്കിലും ആൽക്കലി അതിന്റെ നേരെ തിരിച്ചാവും. ഓക്കെ, ആൽക്കലി എന്താവും? അതിന്റെ നേരെ വിപരീതാവും. അങ്ങനെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ രണ്ടും കൂടി തിരിയും. അപ്പൊ ഒരൊറ്റൊരു കാര്യം പഠിച്ചിട്ട് മറ്റേത് അതിന്റെ വിപരീതാണെന്ന് ഓർത്തിരിക്കുക. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി അടുത്തത് ആസിഡ്. ആസിഡിനെ കുറിച്ചാണ് നമ്മളിപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആസിഡ് ഏതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മോര്, തൈര്, നാരങ്ങ നീര്, പുളി, വിനാഗിരി, ഇതിലൊക്കെ എന്തുണ്ട്? ആസിഡ്, അല്ലെങ്കിൽ എന്ത് പറയും? അമ്ലം. ആസിഡിന്റെ മറ്റൊരു പേരാണ് എന്ത്? അമ്ലം. ഓർത്തിരിക്കണേ, ആസിഡിന്റെ മറ്റൊരു പേരാണ് അമ്ലം. നമ്മളെ ടൊമാറ്റോ, അതേപോലെ ഉറുമ്പിലൊക്കെ എന്തുണ്ട്? ആസിഡുകളുണ്ട്. പല രീതിയിലും ആസിഡുകളുണ്ട് എന്ന് ഓർത്തിരിക്കണം. ആപ്പിളിലൊക്കെ എന്തുണ്ട്? ആസിഡ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാ? വേഗം പഠിക്കണേ. ഇതിൽ നിന്ന് PSC ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എങ്കിലും അറിയോ? മോരില് ലാക്റ്റിക് ആസിഡ് ആണ്. ഓർത്തിരിക്കണം. മോരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഏത്? ലാക്റ്റിക് ആസിഡ്. മറന്നു പോവരുത്. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ളതോ? വിനാഗിരി എന്നൊക്കെ പറയുമ്പോൾ സുർക്ക എന്നൊക്കെ പറയല്ലേ നമ്മള്? ആ നമ്മളെ നാട്ടിലൊക്കെ സുർക്ക എന്ന് പറയും. നിങ്ങൾ അവിടെ പറയലുണ്ടോ അങ്ങനെ? വിനാഗിരി, സുർക്ക. അപ്പൊ ഇതിലെന്താണ്? ഇത് ആസിഡാണ് നമ്മൾ പറയാറുണ്ട്. ചെറിയ കുട്ടികളോടൊക്കെ കഴിക്കുമ്പോ എന്ത് പറയും? അത് ആസിഡാണ്, അത് എടുക്കരുത് എന്ന് പറയും അല്ലെ? അപ്പൊ അതിലെന്താ? അസറ്റിക് ആസിഡ്. അങ്ങനെ കണക്ട് ചെയ്യാ. വിനാഗിരിയിൽ അസറ്റിക് ആസിഡും മോരില് ലാക്റ്റിക് ആസിഡും. പുളിയിൽ എന്താ? പുളി. അപ്പൊ എങ്ങനെ അറിയും? ഈ പുളി എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മള് പുളി
പുളി എന്ന് പറയുമ്പം റോട്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോ എന്താണ് ടാർ ഉണ്ടല്ലോ, നമ്മൾ ടാർ എന്ന് പറയല്ലേ, റോഡ് ടാർ ഇട്ടിക്കല്ലേ. അപ്പൊ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുളി ഇങ്ങനെ വീണിട്ടുള്ള സീൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പൊ ടാർട്ടാറിക് ആസിഡ്, അല്ലെങ്കിൽ എന്താണ് ആ പുളി കഴിക്കുമ്പോ തന്നെ ഒരു ടാർട്ടാറിക് ആണ്. അങ്ങനെയും കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്, ആ ഒരു റോഡിന്റെ അരികില്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരുപാട് സീൻ ഉണ്ടാവും. നമ്മൾ ചെറിയ കുട്ടികളായ ടൈമിൽ കണ്ടിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ സ്കൂളിൽ പോകുന്ന ടൈമില് ഞങ്ങൾ സ്കൂളിന്റെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു റോഡിന്റെ സൈഡില് ഈ പുളിമരം ഉണ്ട്. അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരുപാട് പുളി റോട്ടിലേക്ക് ഇങ്ങനെ വീണ് എടുക്കുന്നുണ്ടാവും. അപ്പൊ അത് ഞാൻ കണക്ട് ചെയ്തിക്കാണ്. ആ ഒരു ചിത്രം ഉണ്ടല്ലോ, ഈ റോട്ടിലേക്ക് ഈ പുളി ഇങ്ങനെ ആ ടാറിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു സീന്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ആർക്കെങ്കിലും ഓർമ്മ ഇല്ലാത്തവർക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ടാർട്ടാറിക് ആസിഡ്, മനസ്സിലായല്ലോ. അപ്പൊ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാർട്ടാറിക്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്, മോരില് ലാക്റ്റിക് ആസിഡ്, വിനാഗിരിയില് അസറ്റിക് ആസിഡ്, പുളിയില് ടാർട്ടാറിക്, നാരങ്ങയിലോ സിട്രിക് ആണ്. നാരങ്ങയിൽ എന്ത് ആസിഡാണ്, സിട്രിക് ആസിഡ് ആണ്, മറന്നു പോവരുത്. ആപ്പിളിൽ എന്ത് ആസിഡാ, ആപ്പിൾ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് മാലിക്കാണ്. നമ്മൾ എന്ത് പറയും, മാലിക് എന്ന് പറഞ്ഞ രാജാവാണ് അല്ലെ. അപ്പൊ മാലിക് രാജാവ്, അറബി വാക്കാണ് മാലിക് എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജാക്കന്മാരൊക്കെ ആപ്പിൾ തിന്നാന്ന് കണക്ട് ചെയ്യുക. കാരണം ആപ്പിളിന് നല്ല വിലയാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. മാലിക് ആസിഡ്, ആപ്പിള്, മാലിക് ആസിഡ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആസിഡ് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും, ചുവപ്പ് നിറമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, എല്ലാ ആസിഡുകൾക്കും എന്ത് രുചിയായിരിക്കും? എല്ലാരും ഒന്ന് പറയൂ. എല്ലാ ആസിഡിനും എല്ലാരും ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല കുട്ടികള്. ഓക്കെ, എല്ലാ ആസിഡിനും എന്ത് രുചിയായിരിക്കും? പുളി രുചിയായിരിക്കും. അതും ഓർത്തിരിക്കുക. എല്ലാ ആസിഡുകൾക്കും പുളി രുചി ഉള്ളവയാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഭക്ഷണത്തിലെ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആപ്പിള്, നാരങ്ങ, പുളി, ഇതിലൊക്കെ വീര്യം കൂടിയ ആസിഡാണോ വീര്യം കുറഞ്ഞ ആസിഡാണോ അടങ്ങിയിട്ടുള്ളത്? അതും കൂടി ഒന്ന് പറയൂ. വീര്യം കൂടിയ ആസിഡാണോ വീര്യം കുറഞ്ഞതാണോ? കുറഞ്ഞതാണ്. നല്ല കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ആസിഡ് ഒന്നും ആവൂല കേട്ടോ. കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വീര്യം കൂടിയത്. അപ്പൊ കോൺസെൻട്രേറ്റ് വളരെയധികം കോൺസെൻട്രേഷൻ ഇല്ലാത്തതാണ് എന്തിലുണ്ടാവുക, ഡയലൂട്ട് ചെയ്തിട്ടുള്ള, ഡയലൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നേർപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞിട്ടുള്ള ആസിഡാണ് എന്തിലുണ്ടാവുക, നമ്മുടെ ഭക്ഷണങ്ങളിൽ ഉണ്ടാവുക. അതൊന്ന് ഓർത്തു വെക്കണം. പക്ഷെ ഈ കുറഞ്ഞത് നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്താൽ എന്താവും, നമ്മുടെ ശരീരത്തിന് കേടാവും. ഇപ്പൊ ഈ നോമ്പ് ടൈമില് നമ്മളോട് പറയാറുണ്ടല്ലേ, നാരങ്ങ വെള്ളം ഫസ്റ്റ് തന്നെ കുടിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? കാരണം എന്താ, നാരങ്ങയിൽ എന്ത് ആസിഡ് ഉണ്ട്, വേഗം പറയൂ. നാരങ്ങയിൽ എന്ത് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഈ സിട്രിക് ആസിഡ് നമ്മളെ വയറ്റിലേക്ക്, നമ്മളിപ്പോ വയറെന്ന് പറഞ്ഞാൽ നമ്മൾ ഈത്തപ്പയോ അല്ലെങ്കിൽ പച്ചവെള്ളം എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ ഈ സിട്രിക് ആസിഡും നമ്മളെ ആമാശയത്തിൽ എന്ത് ആസിഡ് ഉണ്ട്, വേഗം പറയൂ. ആമാശയത്തിലെ ആസിഡ്, ചെറിയ അളവിലുള്ള ഒരു ആസിഡ് ഉണ്ടല്ലോ, HCl. ഈ HClഉം സിട്രിക് ആസിഡും എന്ത് ചെയ്യും, അവര് രണ്ടാളും പ്രവർത്തിച്ചിട്ട് നമ്മളെ ശരീരത്തിൽ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റൊമക്കിന്റെ ഉള്ളില് ഒരു പുതിയ തരം ഒരു പദാർത്ഥം ഉണ്ടാക്കും. അത് നമുക്ക് എന്താണ്, ദോഷാണ്. എന്താണ്, വലിയൊരു വീര്യം കൂടിയിട്ടുള്ള ആസിഡായിട്ട് മാറും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നാരങ്ങ വെള്ളം നോമ്പ് തുറക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സിട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ശക്തി കൂടിയ ആസിഡുകൾക്ക് എക്സാമ്പിൾസ് ആണ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമ്മള് ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് എന്ന് പറഞ്ഞാൽ ഡയലൂട്ടഡ് ആണ് കേട്ടോ. അത് വലിയ ശക്തിയൊന്നുമില്ല. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. പക്ഷെ സാധാരണ ഉള്ള HCl, ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എന്താണ്, NO3, HNO3, അതേപോലെ NO3 എന്നൊക്കെ പറയാം നമ്മള് നൈട്രിക് ആസിഡിനെ. പിന്നെ അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ വീര്യം കൂടിയിട്ടുള്ള ആസിഡ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. HCl, HNO3, പിന്നെ ഏതാണ്, H2SO4, ഇതൊക്കെ എന്താ, നമ്മളെ വീര്യം കൂടിയിട്ടുള്ള ആസിഡുകളാണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്.
ഈ ആസിഡുകളൊക്കെ നമ്മളെ ലാബുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചവർക്ക് അറിയാം നമ്മളെ ലാബിൽ ഇതുണ്ടാവും. പക്ഷെ ലാബിൽ യൂസ് ചെയ്യുന്നത് എന്താണ്, നല്ല വീര്യം കൂടിയതൊന്നും അവിടെ വെക്കൂല. അവിടെ അതും എന്ത് ചെയ്യാണ്, ഡയലൂട്ട് ചെയ്തിട്ടാണ് വെക്കുക. കാരണം നമുക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണേ. പിന്നെ ചോദിക്കട്ടെ, നമ്മൾ ഈ ആസിഡ് കുപ്പിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോപ്പർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഈ ഡ്രോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തുള്ളി മരുന്ന് കൊടുക്കുന്ന ആ ഒരു സംഭവം പോലത്തുള്ള ഒരു സംഭവമാണ് ഡ്രോപ്പർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആസിഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കൈ പൊള്ളിപ്പോവും. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. SCRT പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നോളൂ. പിന്നെ അതേപോലെ ആസിഡ് നേർപ്പിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, ആസിഡ് നേർപ്പിക്കുമ്പം ബീക്കറിൽ നമ്മൾ ആസിഡ് എടുത്തിട്ട് അതിലേക്ക് ജലം ഒഴിക്കാണോ, അല്ലെങ്കിൽ ബീക്കറിൽ കുറച്ച് ജലം എടുത്തിട്ട് അതിലേക്ക് ആസിഡ് ഒഴിക്കാണോ ചെയ്യണ്ടേ? എല്ലാവരും എന്ന് പറഞ്ഞാണ് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടേ. അതായത് എനിക്ക് ആസിഡ് നേർപ്പിക്കണം, ഡയലൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഒരു ബീക്കറിൽ ജലം ആദ്യം എടുത്തിട്ട് അതിലേക്ക് ആസിഡ് ഒഴിക്കണോ വേണ്ടത്? അങ്ങനെയാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ? അല്ലാന്നോ? അല്ലാന്ന് പറയണ്ടേ ആണ് എന്ന് പറയണ്ടേ? ഏതാണ്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തായാലും ചെയ്യണ്ടേ, ഡയലൂട്ട് ചെയ്യുമ്പം ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുക്കുക. എന്നിട്ട് നമ്മളടുത്തൊരു ഡ്രോപ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് പറയും, ടെസ്റ്റ് ട്യൂബില് നമ്മൾ കുറച്ച് ആസിഡ് എടുത്തിട്ടുണ്ടാവും. അതെന്ത് ചെയ്യണം, നമ്മൾ തുള്ളിയായിട്ട് അല്പമായിട്ട് ഈ ജലത്തിലേക്ക് ഒഴിക്കണം. ഓർത്തിരിക്കണം കേട്ടോ. ഒരു ബീക്കറിൽ ജലം എടുത്തിട്ട് അല്പം ആസിഡ് അതിലേക്ക് സാവധാനം ചേർത്ത് ഇളക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു ആസിഡ് ഡയലൂട്ട് ചെയ്യേണ്ടത്. കാരണം എന്താ അറിയോ, നമ്മൾ ആസിഡ് എടുത്തിട്ട് അതിലേക്ക് ജലം ഒഴിക്കുമ്പോ എന്താണ് ഉണ്ടാവുക, പൊട്ടിത്തെറിക്കും. കാരണം ഒരുപാട് ആസിഡും കുറച്ച് ജലമാകുമ്പോ എന്ത് ചെയ്യും, അവിടെ എന്താണ്, റിയാക്ഷൻ എളുപ്പമാവും. ഓർത്തിരിക്കണേ, റിയാക്ഷൻ വേഗത്തിലാവും, പൊട്ടിത്തെറിക്കും. എന്താണ് കാരണം ചോദിക്കുമ്പോ പറയണം, ആസിഡിലേക്ക് ജലം ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ഒഴിക്കുമ്പോ എന്താണ്, ജലം എന്ന് പറഞ്ഞ H2 ആണ്. ആസിഡിൽ എന്തുണ്ട്, നമ്മളെ H+ അയോൺസും അതേപോലെ എന്താണ് ഒരുപാട് ഇലക്ട്രിക് അയോൺസ്, എണ്ണയിൽ വെള്ളം തട്ടുന്നത് പോലെ. കറക്റ്റ് ആണ് സെമീന. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ എണ്ണയിലേക്ക് നമ്മൾ വെള്ളം ഇടൂലല്ലോ, അപ്പൊ പെട്ടെന്ന് പൊട്ടിത്തെറിക്കൂല. അതേപോലെ തന്നെയാണ് ആസിഡിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ആസിഡ് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കുക. അപ്പൊ എന്താണ്, നല്ല റിയാക്ഷൻസ് ഒക്കെ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവിടെ അവര് യോജിച്ച് വരും, ഡയലൂട്ട് ആയി പോവും. സെറ്റ് ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എനി ഡൗട്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നമ്മൾ ഇങ്ങനൊക്കെ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു, ഇങ്ങോട്ട് അതിലേക്ക് എന്ത് ചെയ്തു, HCl ഉണ്ടല്ലോ. HCl പറഞ്ഞാൽ എന്താ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഞാൻ ഓരോ ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് ഇടാണ് കേട്ടോ. അപ്പൊ എന്താ, നേർപ്പിച്ചു. ആ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ഞാൻ പ്രവർത്തിപ്പിക്കുകയാണ്, നമ്മളെ സിങ്കിനെ പ്രവർത്തിപ്പിക്കുകയാണ്. എന്തിനെ പ്രവർത്തിപ്പിക്കുകയാണ്? സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, സിങ്ക് സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോഹമല്ലേ. അങ്ങനെ പ്രവർത്തിച്ചപ്പോ അപ്പൊ എന്താണ്, എന്റെ കയ്യിൽ എന്തുണ്ട്, നേർപ്പിച്ച ക്ലോറിക് ആസിഡിന്റെ ഒരു ബീക്കർ ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ആ ബീക്കറിലേക്ക് ഞാൻ ആരിട്ട് കൊടുത്തു, നമ്മളെ സിങ്കിനെ ഇട്ട് കൊടുത്തപ്പോ അതാ ഒരാള് വരുന്നേ. ആ ആളെ പേരാണ് ഹൈഡ്രജൻ. ഓർത്തിരിക്കണേ, HCl + Zn = ZnCl2 + H2O. H2O അല്ല, H2. എല്ലാരും ഒന്ന് എഴുതിയേക്കണം കേട്ടോ. ആ ഇക്വേഷൻ ഒന്ന് എല്ലാരും ഓർത്തിരിക്കുക. കാരണം PSC ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നതിന് പകരം ഇക്വേഷൻ ചോദിച്ചാൽ പെട്ടുപോകും. എന്താ ഇക്വേഷന്? HCl പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഇവര് തമ്മിൽ പ്രവർത്തിക്കാന്നുള്ളതിന് നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ചിഹ്നമാണ് പ്ലസ്. അപ്പൊ HCl പ്ലസ് ആരായിട്ടാണ് പ്രവർത്തിച്ചത്? സിങ്ക് ആയിട്ടാണ് പ്രവർത്തിച്ചത്. അപ്പൊ Zn, HCl + Zn. നമ്മളെ ദേവൂസ് അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഉണ്ടായത്? അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടായതിന് നമ്മൾ എന്താണ് ഇക്വേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പം സമം അല്ലെങ്കിൽ ഈക്വൽ ചിഹ്നം ഇടും. അപ്പൊ HCl + Zn = എന്താ ഉണ്ടായത്? ZnCl2. ഇതെന്താണ് സംഭവം? ഈ HCl എന്തുണ്ട്? HCl എല്ലാരും ഒന്ന് മുറിക്കൂ. HCl
സയൻസ് എടുക്കാത്തവർക്ക് വേണ്ടിട്ടാ പറഞ്ഞന്നെ. HCl നമ്മൾ എങ്ങനെ എഴുതാ? എച്ചിൽ എന്തുണ്ട്? H പ്ലസ് അയോൺസ് ഉണ്ട്. ഓർത്തിരിക്കണേ, H പ്ലസ് അയോൺസ് ഉണ്ട്. H+ അയോൺസ്. HCl എന്നുള്ളതില് ഈ H ഉണ്ടല്ലോ, ഹൈഡ്രജന്, അതിന്റെ ചാർജ് എന്താ അറിയോ? പ്ലസ് ചാർജ് ആണ്. എല്ലാരും ഇന്നിരിക്ക. എന്താണ്? ഹൈഡ്രജന്റെ ചാർജ് എന്താണ്? പ്ലസ് ചാർജ് ആണ്. ഹൈഡ്രജന്റെ മണ്ടയിൽ എന്തുണ്ട്? പോസിറ്റീവ് ഉണ്ട്. അങ്ങനെ ഓർത്തിരിക്കുക. Clന്റെ മണ്ട എന്താ? മണ്ട എന്ന് പറയുമ്പോ നിങ്ങൾ എന്താ പറയല്? തല. ഞാൻ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയട്ടോ. Clന്റെ മണ്ടയിൽ എന്താ ഉള്ളത്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. നെഗറ്റീവ് ചാർജ്. അപ്പൊ Clന് എന്ത് ഹൈഡ്രജൻ എന്ത് ചാർജാ? പോസിറ്റീവും. അപ്പൊ നമ്മളെ Zn അവിടെ ഉണ്ടല്ലോ, Zn കണ്ടില്ലേ? അപ്പൊ HCl കഴിഞ്ഞിട്ടോ. HCl ഉള്ള ഹൈഡ്രജന് പോസിറ്റീവും Clന് നെഗറ്റീവും. നിങ്ങൾക്ക് സെറ്റ് ആണ്. പിന്നെ ആരാ അവിടെ ഉള്ളത്? നമ്മളെ Zn ആണ്. Znന്റെ ചാർജ് എന്താ? ആർക്കെങ്കിലും അറിയോ Znന്റെ ചാർജ്? Zn ലോഹം, ലോഹത്തിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓർത്തിരിക്ക, പോസിറ്റീവ് ആണ്. Zn+ ആണ്. സെറ്റ് ആണല്ലോ? സെറ്റ് അല്ലേ? എനി ഡൗട്ട്? ലോഹം എന്ന് പറഞ്ഞ എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. Zn എന്ന് പറഞ്ഞാൽ എന്താ? ലോഹമല്ലേ? അപ്പൊ ലോഹത്തിന്റെ ചാർജ് ആണ് പോസിറ്റീവ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരുപോലെയുള്ള ചാർജുകളാണോ യോജിച്ച് നിൽക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തമുള്ള ചാർജുകളാണോ ഒരുമിച്ച് നിൽക്കുക? വേഗം പറയൂ. ഒരുപോലത്തെ ഉള്ള ചാർജുകളാണോ, വ്യത്യസ്തമായിട്ടുള്ള ചാർജുകളാണോ? വ്യത്യസ്തമായിട്ടുള്ള ചാർജുകളാണ്. അപ്പൊ നോക്കി, നമ്മുടെ HCl വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാർജാണ് Cl അല്ലെ, നെഗറ്റീവ്. Zn എന്ന് പറയുന്നത് പോസിറ്റീവും. അപ്പൊ ഈ Zn ഉം Cl ഉം അല്ലേ ഒപ്പം നിൽക്കുക. അപ്പൊ ZnCl2 എന്നുണ്ടാവും. ZnCl2. ആ 2 ഉണ്ടായത് എങ്ങനെ വെച്ചാൽ അത് നമ്മള് എന്താണ് സമവാക്യം ക്രമീകരിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ് കേട്ടോ. സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ ZnCl2 ഉണ്ടായി. അങ്ങനെ ഒരു പദാർത്ഥം ഉണ്ടായി. പിന്നെ ആരാ ഒറ്റക്കുള്ളത്? നമ്മളെ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വേറെ തന്നെ ഒരു പദാർത്ഥമായിട്ട് അവിടെ നിൽക്കും. അങ്ങനെയാണ് ഹൈഡ്രജൻ ഉണ്ടായത്. സെറ്റ് ആണോ? മനസ്സിലായോ? ഹൈഡ്രജൻ എന്താവും? ഹൈഡ്രജൻ H ആയിട്ട് നിൽക്കൂല, H2 ആയിട്ടാണ് നിൽക്കുക. അത് നമ്മള് സമവാക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ക്രമീകരിച്ചതാണ് കേട്ടോ. സമീകരിച്ച സമവാക്യങ്ങൾ എന്നൊക്കെ പറയില്ലേ? ഇനി ഡൗട്ട്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്താ അവിടെ ഉണ്ടായിട്ടുള്ളത്? HCl പ്ലസ് Zn ഈക്വൽ ടു എന്താണ്? ZnCl2 പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ആണ് ഉണ്ടായിട്ടുള്ളത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്താണ്? കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓർത്തിരിക്ക, കത്താൻ സഹായിക്കുന്നത് ആരാ? കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ. എങ്ങനെ ഓർത്തിരിക്ക? നമ്മള് ജംഷിയ മിസ്സിന്റെ ഒരു കോഡ് ഉണ്ട്. ഓടക്കുഴൽ ഉപയോഗിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ അടുപ്പിൽ ഊതുക. നമ്മൾ അടുപ്പിൽ ഇങ്ങനെ ഓടക്കുഴൽ, ഓ എന്നുള്ളതിൽ തന്നെ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ടല്ലേ? ഓടക്കുഴൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഊതും, അടുപ്പിൽ ഊതും അല്ലെ? അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ തീ ആളിക്കത്തുന്നത്. കാരണം എന്താ? നമ്മളെ വായിലുള്ള ഓക്സിജൻസ് നമ്മൾ കുറെ കൊടുക്കാണ് ആ ഓടക്കുഴലിലൂടെ അല്ലെ? ഓടക്കുഴലിനല്ലേ ഞങ്ങൾ പറയുന്നതില്? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, ഓക്സിജൻ. പിന്നെ കത്തുന്ന വാതകം ഏതാ? കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ സിങ്കും HCl കൂടി പ്രവർത്തിച്ചപ്പോ ആരാ വന്നത്? ഹൈഡ്രജൻ പുറത്തേക്ക് വന്നു. അപ്പൊ ഹൈഡ്രജൻ പുറത്തേക്ക് വരുമ്പം നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ട്യൂബ് അല്ലേ എടുത്തിട്ടുള്ളത്? ആ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ട്? നേർപ്പിച്ച HCl ഉണ്ട്. അതിലേക്കാണ് നമ്മൾ സിങ്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താ നമുക്ക് കാണാൻ പറ്റുക? ഒരു പൊട്ടുന്ന സൗണ്ടോട് കൂടെ ആര് പുറത്തോട്ട് വരും? നമ്മളെ ഹൈഡ്രജൻ കത്തും. ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളോട് PSC എന്താ ചോദിക്കുക? ഈ എക്സ്പെരിമെന്റ് എല്ലാവർക്കും മനസ്സിലായോ? ഈ എക്സ്പെരിമെന്റ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം PSC നിങ്ങളോട് ചോദിക്കുക എന്താ അറിയോ? നമ്മളെ ഒരു ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രജൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഒരു പൊട്ടുന്ന ശബ്ദത്തോടു കൂടെ എന്ത് ചെയ്യും? കത്തും. ഓർത്തിരിക്കുക, ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? ചെറിയ ശബ്ദത്തോടെ കത്തുകയും ചെയ്യും. അതായത് ഹൈഡ്രജൻ പുറത്തോട്ട് വരുമ്പോ ഹൈഡ്രജൻ എന്താണ്? കത്തുന്ന വാതകമാണ്. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമ്മളൊരു തീപ്പെട്ടി എന്തെങ്കിലും കത്തിച്ചിട്ട്
വെച്ചാൽ എന്താണ് അതൊന്നും കൂടി ആളിക്കത്തും. കാരണം എന്താ അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാവും. അതും എന്ത് ശബ്ദത്തിലാ? പൊട്ടുന്ന ശബ്ദത്തിലാണ് കത്തുക. ഓർത്തിരിക്കുക. പൊട്ടുന്ന ശബ്ദത്തോടെ കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ എന്ന വാതകം. സെറ്റാണല്ലോ. ഡൗട്ട് ഒന്നുമില്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദാ നമ്മളെ ഹെൻറി കാവൻഡിഷ് വരുന്നു. സ്വയം കത്തുന്ന വാതകമാണ് ആര്? ഹൈഡ്രജൻ. ഹെൻറി കാവൻഡിഷ് ജനിച്ചതെന്നാ 1731 ഹെൻറി കാവൻഡിഷ് ജനിച്ചത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കട്ടോ. 1731 മൂപ്പരാക്ക് എന്നാ മരിച്ചത്? അദ്ദേഹത്തിന്റെ 18ാം അടിയന്തരം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറയാട്ടോ. 18/10 അദ്ദേഹം മരിച്ചത്. 1810 അദ്ദേഹം മരിച്ചത്. ഓർത്തിരിക്കുക. 18ാം അടിയന്തരം എന്നൊക്കെ പറയില്ല നമ്മള്. 18/10. ഹെൻറി കാവൻഡിഷ് 1731 ജനിക്കുകയും 1810 മരിക്കുകയും ചെയ്തു. 1731 to 1810. സെറ്റാണല്ലോ. എനി ഡൗട്ട്? ഓക്കെ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഹെൻറി എന്നുള്ളതിൽ എന്തുണ്ട്? ഒരു ഹെൻറി എന്ന് എഴുതുമ്പോ തന്നെ ഹൈഡ്രജന്റെ എച്ച് ഇല്ലേ? അപ്പം ഹെൻറി കാവൻഡിഷ് ആണ് ആരെ കണ്ടുപിടിച്ചിട്ടുള്ളത്? ഹൈഡ്രജനെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കണേ. പക്ഷെ ഹൈഡ്രജനെ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലോ ഹൈഡ്രജനെ പേര് നൽകിയത് ആരാ അറിയോ? ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ലാവോസിയർ ആണ്. അതും ഓർത്തിരിക്കുക. ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ലാവോസിയർ. ലാലാലാ പാടിയാണ്ടാണ് പേര് കൊടുത്തത്. നമ്മൾ ലാലാലാ പാടിയിട്ടുള്ള കുട്ടികളൊക്കെ ഓർക്കുക. അങ്ങോട്ട് പേര് ഇങ്ങനെ പാടും അല്ലെ? അങ്ങനെ ഓർത്തിരിക്കുക. ലാലാലാ പാടിയിട്ട് ലാവോസിയർ എന്ത് ചെയ്തു? ഹൈഡ്രജന് പേര് നൽകി. ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിപ്പിക്കുന്നതായി 16ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞത് ആരാണ്? നമ്മളെ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഓർത്തിരിക്കുക. 16ാം നൂറ്റാണ്ടിൽ തന്നെ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ചില വാതകങ്ങളുമായി. ഓർത്തിരിക്കണം കേട്ടോ. 16ാം നൂറ്റാണ്ടിൽ തന്നെ ചില വാതകങ്ങളുമായി ലോഹങ്ങൾ പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നുണ്ട്? ചില ലോഹങ്ങളുമായി ആസിഡ് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട് എന്ന് 16ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചില ലോഹങ്ങൾ ആസിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ ഉണ്ടാവുന്നുണ്ട് എന്ന് 16ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ച് അത് ഹൈഡ്രജൻ ആണെന്ന് കണ്ടെത്തിയതാണ് ആര്? ഹെൻറി കാവൻഡിഷ്. കിട്ടിയല്ലോ. ഹെൻറി കാവൻഡിഷ് കണ്ടെത്തുകയും അങ്ങനെ നമ്മളെ ലാവോസിയർ എന്ത് പറഞ്ഞു? നമുക്ക് മൂപ്പരാക്കനെ ഹൈഡ്രജൻ എന്ന് പേര് വിളിക്കാം എന്ന് പറഞ്ഞു. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രജന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. എന്തിന്റെ അർത്ഥം? ഹൈഡ്രജൻ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ജലം. ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉൽപ്പാദിപ്പിക്കുക, നിർമ്മിക്കുക എന്നാണ് ജൻ. ജനറേറ്റ്. മനസ്സിലായല്ലോ. അപ്പൊ ഹൈഡ്രജൻ. ഓക്സിജന് പേര് കൊടുത്തതും ആരാ? ലാവോസിയർ ആണ്. ഓക്സിജനും ഹൈഡ്രജനും പേര് നൽകിയത് ആരാ? ലാവോസിയർ തന്നെയാണ് കേട്ടോ. രണ്ടാൾക്കും പേര് കൊടുത്തത് ലാവോസിയർ തന്നെയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണം. സെറ്റാണല്ലോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. എനി ഡൗട്ട് ഒന്നുമില്ലായിരിക്കും. നമ്മളെല്ലാം പറയൂട്ടോ. എല്ലാം പറഞ്ഞു പോകും. ഓക്കെ. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാല് ഹൈഡ്രജന്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. കാരണം എന്താ? ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ടല്ലേ ജലം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിട്ടുള്ളത്. അതൊന്ന് ഓർത്തിരിക്കുക. സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് കാർബണേറ്റ്. എന്താണ് കാർബണേറ്റ് എന്നും കൂടി നമുക്ക് പഠിച്ചേക്കാം. അതായത് നമ്മള് മുട്ടത്തോടുണ്ടല്ലോ, മുട്ടത്തോട് അതേപോലെ ചോക്ക്, മാർബിള്, ഇതിലൊക്കെ എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ളത്. എല്ലാരും ഓർത്തിരിക്കണേ. മുട്ടത്തോട്, ചോക്ക്, മാർബിള് ഇതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഓർത്തിരിക്കണം കേട്ടോ. വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാൽസ്യം കാർബണേറ്റ്. അപ്പൊ നമ്മൾ ആസിഡ് ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളായപ്പം ഈ ശാസ്ത്രമേളക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. എന്താണ്? നമ്മൾ മുട്ടത്തോട് എന്ത് ചെയ്യും? ആസിഡിൽ ഇട്ട് വെക്കും അല്ലെ? അല്ലെങ്കിൽ മുട്ടത്തോട് വെള്ളത്തിലും ആസിഡിലൊക്കെ ഇട്ടുള്ള പ്രത്യേകത എന്താ? ആർക്കെങ്കിലും അറിയോ? കോഴിമുട്ടയുടെ ഒരു മാജിക് നമ്മൾ ചെയ്തിട്ടുണ്ട്.
ആർക്കെങ്കിലും അറിയോ? എന്താ നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നേ? ഒരു ബീക്കറിൽ നിറച്ച് വിനാഗിരി എടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയുള്ള നേർപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ആസിഡ് എടുക്കും. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ഈ കോഴിമുട്ട നമ്മൾ അതിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെ ഇട്ട് വെക്കുമ്പോ ഇവിടെ എന്താ പ്രവർത്തനം ഉണ്ടാവാ? ആർക്കെങ്കിലും അറിയോ? ആ ഈ ഒരു കോഴിമുട്ട എന്ത് ചെയ്യും? താഴേക്ക് പോവും. താഴോട്ട് പോയിട്ട് എന്താ ചെയ്യുന്നേ? ഈ മുട്ടയിലുണ്ടല്ലോ, കോഴിമുട്ടയിൽ എന്തുണ്ട്? കാൽസ്യം കാർബണേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് എന്തുമായിട്ട് പ്രവർത്തിക്കും? നമ്മളെ ആസിഡുമായിട്ട് പ്രവർത്തിക്കും. ആസിഡായിട്ട് അവിടെ ആരാ ഉള്ളത്? നമ്മളെ വിനാഗിരിയിലുള്ള ആരാണ് അവിടെ ഉള്ളത്? വേഗം പറയൂ. അസറ്റിക് ആസിഡ് അവിടെ ഉണ്ട്. അസറ്റിക് ആസിഡ്, വിനാഗിരിയിലുള്ള അസറ്റിക് ആസിഡും ഈ കോഴിമുട്ടയിലുള്ള കാൽസ്യം കാർബണേറ്റും തമ്മിൽ പ്രവർത്തിക്കും. അപ്പൊ കോഴിമുട്ട എങ്ങോട്ടാ ആദ്യം തന്നെ പോയത്? നമ്മൾ ആസിഡിൽ ഇടുമ്പോൾ കോഴിമുട്ട ആദ്യം തന്നെ താഴോട്ട് പോകും. താഴോട്ട് പോകുമ്പോൾ ഈ ആസിഡുമായിട്ട് പ്രവർത്തിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഓർത്തിരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് CO2 ഉണ്ടാവുന്നു. അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ഈ മുട്ടന്റെ ഉപരിതലം, അതായത് മുട്ടന്റെ പുറന്തോടുണ്ടല്ലോ, അതിന്റെ പുറന്തോടിൽ മുഴുവൻ ആര് നിറഞ്ഞു നിൽക്കും? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു നിൽക്കും. ചുറ്റും ഇങ്ങനെ ഒരു ഭടന്മാര പോലെ ഇങ്ങനെ ചുറ്റും ആര് നിൽക്കും? കാർബൺ ഡൈ ഓക്സൈഡ് നിൽക്കും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡും ഈ ഒരു മുട്ടയും എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരും. സെറ്റായോ? എനി ഡൗട്ട്? മുകളിലോട്ട് ഉയരും. എനി ഡൗട്ട്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഉണ്ടാവുക? ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ മുട്ട നമ്മൾ വിനാഗിരി വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആസിഡാണ്. ഇതിലേക്ക് നമ്മൾ ഇടും. ഇടുമ്പോ എന്താണ്? വേഗം തന്നെ കുമിളകൾ ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞിറങ്ങുന്നത്. അപ്പോ ഈ മുട്ട താഴോട്ട് ഇടുമ്പോ കനം കൊണ്ട് താഴോട്ട് പോകും. ആ താഴോട്ട് പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതിലുള്ള ആസിഡും ഈ മുട്ടത്തോടിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം കാർബണേറ്റ് കൂടി പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാതകല്ലേ? അത് ഈ മുട്ടത്തോടിന്റെ മുഴുവനായിട്ട് നിൽക്കും. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ വെള്ളത്തിന്റെ ഉള്ളിൽ കുറെ ടൈം നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് കുമിളകളായിട്ട് മുകളിലോട്ട് ഉയരും. ഈ മുട്ടത്തോടിന്റെ മുകളിൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇത് മുകളിലോട്ട് ഉയർന്നിട്ട് എന്ത് ചെയ്യും? വായുവിലേക്ക് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോവും. അപ്പൊ പോയില്ലേ? മുകളിലെത്തുമ്പോ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോവുക. അപ്പൊ ദാ നമ്മളെ മുട്ടത്തോടുമ്പോ എന്തുമില്ലല്ലോ? പിന്നെയും മുട്ടത്തോട് എങ്ങോട്ട് വരും? താഴോട്ട് വരും. പിന്നെയും പ്രവർത്തിക്കും. പിന്നെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. മുകളിലോട്ട് പോവും. മുകളിൽ എത്തിയിട്ട് എന്ത് ചെയ്യും? ആ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവനും വായുവിലേക്ക് പോകും. അപ്പൊ എന്താണ്? ഈ മുട്ട താഴോട്ട് വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, മുകളിലോട്ട്. ഇതൊരു മാജിക് പോലെ നടക്കല്ലേ? അതാണ് ഇതിനെന്ത് പറയുന്നത്? കോഴിമുട്ടയുടെ മാജിക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണോ? എഗ് മാജിക്. എനി ഡൗട്ട്? അമ്മ നമുക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലായത്? എന്താണ് മനസ്സിലായേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്തുണ്ടാവുന്നത്? ആസിഡും നമ്മളെ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണേറ്റുകളും ആസിഡുകളും പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനും ഉണ്ടാവുന്നു. ഈ രണ്ട് നിഗമനാണ് നമുക്ക് ഈ ഒരു രണ്ട് എക്സ്പെരിമെന്റിൽ നിന്നും കിട്ടിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും സെറ്റ് അല്ലേ? ഈ ചാപ്റ്ററിന്റെ പകുതി കഴിഞ്ഞിട്ടോ. ഇനി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ആണ്. ഇനി അടുത്തത് നമ്മളെ നമ്മൾ അപ്പകാരത്തിന് എന്താ പറയാ? അപ്പകാരത്തിൽ എന്താ ഉള്ളത്? സോഡിയം ബൈകാർബണേറ്റ് ആണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് ഓർത്തിരിക്കണേ. വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ഉണ്ട്. നമ്മൾ നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതാണ് അപ്പകാരം. അപ്പൊ എന്താണ്? നല്ല സ്വാദ് ഉണ്ടാകാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, സ്വാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് അപ്പകാരം. സോഡിയം നല്ല സ്വാദ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പകാരം ഇടുന്നത്. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് ആണ്. സെറ്റാണല്ലോ? മറന്നു പോവരുത്. അപ്പകാരത്തിലുള്ള ഇതെന്താണ്? സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പകാരത്തിലുള്ളത്. അപ്പൊ ഈ വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് ഉണ്ട്. കണക്ഷൻ സൂപ്പർ ആണെന്നോ? ഓക്കെ. പിന്നെ അപ്പകാരത്തിൽ എന്തുണ്ട്? സോഡിയം ബൈകാർബണേറ്റ് ഉണ്ട്. ഇത് തമ്മിൽ പ്രവർത്തിക്കുമ്പോ എന്ത് ചെയ്യും? ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ ചെയ്യാ? അവിടെ ഒരു കാർബണേറ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർബണേറ്റ് ഊടെ ഉണ്ടോ അത് പ്രവർത്തിക്കുമ്പോ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ
കാർബണേറ്റും ആസിഡും കാർബണേറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു ആസിഡ് അതിന്റെ അടുത്തേക്ക് ചെല്ലാണെങ്കിൽ അവിടെ ആരാ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പൊ കാർബണേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ വിനാഗിരിയിലുള്ള അസറ്റിക് ആസിഡും അപ്പകാരത്തിലെ സോഡിയം ബൈകാർബണേറ്റും പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അഗ്നിശമനം ഉണ്ടല്ലോ, നമ്മൾ അഗ്നിശമനങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഈ ഒരു പ്രവർത്തനം. എനി ഡൗട്ട്? ഇങ്ങനെ നമ്മളെ അഗ്നിശമനങ്ങളിലൊക്കെ ഈ ഒരു പ്രവർത്തനമാണ് ട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പകാരവും അതേപോലെ ഈ വിനാഗിരിന്റെ അസറ്റിക് ആസിഡും അതേപോലെ സോഡിയം ബൈകാർബണേറ്റും യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവും? നമ്മളെ ഫയർഫോഴ്സിൽ എന്താ ചെയ്യും? ഫയർഫോഴ്സിലാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഈ ഒരു തത്വമാണ് യൂസ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാവുകയാണല്ലോ, അങ്ങനെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? തീ അണക്കുന്ന വാതകല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. തീനെ അണക്കുന്ന വാതകമാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? തീനെ അണക്കാൻ പറ്റും. അതാണ് അഗ്നിശമനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അസറ്റിക് ആസിഡും സോഡിയം ബൈകാർബണേറ്റും ഇത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അഗ്നിശമനങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അവിടെ ഉണ്ടാവുമ്പോ എന്താ ചെയ്യാ? തീ അണയും. അങ്ങനെയാണ് അഗ്നിശമനങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നത്. മനസ്സിലായല്ലോ? സെറ്റാണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? സെറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആസിഡില് ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്താ? ഈ ചാപ്റ്ററിന്ന് ഫുള്ള് പഠിച്ചിട്ട് നമുക്ക് പോയാൽ മതിയേ, കുറച്ചും കൂടി ഉള്ളൂ. ആസിഡിലാ റെഡ് കളറാണ്. രുചി എന്താ? രുചി, ആസിഡിന്റെ രുചി എല്ലാരും ടൈപ്പ് ചെയ്യണം. 16 പേരുണ്ട്. പുളി രുചി. പിന്നെ ലോഹങ്ങളുമായുള്ള പ്രവർത്തനം. ലോഹങ്ങളുമായി ആസിഡ് പ്രവർത്തിക്കുമ്പോ എന്താ ഉണ്ടാവുക? ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോ ഹൈഡ്രജൻ ഉണ്ടാവും. കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. തെറ്റ് നിങ്ങൾ പഠിച്ച്. ഓക്കെ. തത്വം മനസ്സിലായില്ലേ? ഇതൊക്കെ എനിക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. പക്ഷെ ഈ എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞു തന്നെ വെച്ചാൽ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് നമ്മളെ ഉറുമ്പിലുള്ള ആസിഡ് എന്താ? നമ്മള് ഉറുമ്പൊക്കെ എന്താ അല്ലെ നല്ല സ്റ്റൈലാക്കി നല്ല ഫോമിലല്ലേ നടക്കുക. അപ്പൊ എന്ത് ആസിഡാ? ഫോമിക് ആസിഡ്. ഉറുമ്പൊക്കെ നല്ല ഫോം ആയിട്ട് ഇങ്ങനെ നല്ല സെറ്റ് ആയിട്ടാണ് നടന്നിങ്ങ പോവുക. അങ്ങനെ ഓർത്തിരിക്കുക. ഉറുമ്പ് കടിക്കുമ്പം അല്പം ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. ഓക്കെ. ഉറുമ്പ് നമ്മുടെ ശരീരത്തിൽ കടിക്കുമ്പോ എന്ത് ചെയ്യും? കുറച്ച് ഫോമിക് ആസിഡ് വരും. ഈ ഫോമിക് ആസിഡ് ആണ് എന്ത് ചെയ്യുന്നത്? വേദന ഉണ്ടാക്കുന്നത്. മനസ്സിലാക്കി വെക്കണേ. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന ഉണ്ടാവാനുള്ള കാരണം എന്താ? ഫോമിക് ആസിഡ് ഉണ്ടാവാണ്. അവ ചെറിയ കുട്ടികൾ ആരെങ്കിലും ഉറുമ്പ് അടിക്കുമ്പോ ഉമ്മച്ചിയെ എന്ന് പറയുമ്പോ എന്ത് പറയണം? അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഫോമിക് ആസിഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. എന്നാ PSC പഠിക്കുമ്പോൾ അവർ കുറച്ച് ഈസി ആവും. ഇനി അടുത്തത് ആൽക്കലി. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താ? ആസിഡിനെ കുറിച്ചാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആൽക്കലിയെ കുറിച്ചാണ് കേട്ടോ. എന്താണ് ആൽക്കലി എന്ന് പറയാം. ആൽക്കലി എന്താവുക? ഏത് ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനാണോ നീല ലിറ്റ്മസ് പേപ്പറാണോ ആൽക്കലി നമ്മൾ യൂസ് ചെയ്യാ? ആൽക്കലി ചുവപ്പ് ലിറ്റ്മസ് പേപ്പറാണ്. ശരിയാ. ഇപ്പൊ തന്നെ പഠിപ്പിക്കണം. ഞാൻ ഇപ്പൊ തന്നെ പഠിപ്പിച്ചാലേ അവൾക്കൊക്കെ ജോലി കിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ബേസിക് ഒക്കെ നമ്മളിങ്ങ് പഠിപ്പിച്ചു പോവാ കഴിയുന്നതൊക്കെ. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീലാക്കുന്നതാണ് ആൽക്കലി. കിട്ടിയല്ലോ. അപ്പൊ നമ്മള് ചുണ്ണാമ്പ് വെള്ളം എന്താ? ആൽക്കലിയാണോ? ആൽക്കലിക് സ്വഭാവമാണോ? ചുണ്ണാമ്പ് വെള്ളം ആൽക്കലിക് ആണ്. അപ്പോഴേക്കും PSC ഒന്നും ഉണ്ടാകൂല. അതന്നെ ഈ പോക്ക് പോയാൽ ഉണ്ടാവൂല. ഇപ്പൊ തന്നെ കണ്ടില്ല നമ്മളെ പെൻഷനൊക്കെ എടുത്ത് ഒഴിവാക്കിയല്ലേ? പെൻഷൻ പരിപാടികളൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ്. അതല്ല, പെൻഷൻ ഉണ്ട് പക്ഷെ നമ്മളെ സാലറിന്ന് പിടിക്കുകയാണല്ലോ. ഏറിയ 5 ഇയർ. ഓക്കെ. ഏതായാലും നമുക്ക് ജോലി എന്ന് പറഞ്ഞാൽ അത്രയും അത്യാവശ്യമാണ്. ഗവൺമെന്റ് ജോലി പറഞ്ഞാൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ നമ്മള് പെൻഷനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താ സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലിയല്ലേ ഇമ്പോർട്ടന്റ്. അത് ചിലപ്പോ എന്താണ് ഇനി അങ്ങോട്ട് നമ്മളെ ഇന്ത്യ ഡെവലപ്ഡ് കൺട്രി ഒക്കെ ആവുകയാണെങ്കിൽ എന്താ പെൻഷനൊക്കെ വീണ്ടും വരും. അതൊന്നും നമ്മൾ ഡൗട്ട് അടിക്കണ്ട. ഇനി ആകുവാനെ പിന്നെ നമ്മളൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഏതായാലും നമുക്കിപ്പോ നിലവില് ജോലിയൊക്കെ ഉണ്ട്. LDC ഒക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പഠിക്കാം.
അപ്പോ എന്താ പറഞ്ഞത്, ചുണ്ണാമ്പ് വെള്ളം എന്താ ഒരു ആൽക്കലിക് നേച്ചർ ഉള്ളതാണ് ചുണ്ണാമ്പ് വെള്ളം. അതിന്റെ ഫോം ആർക്കെങ്കിലും അറിയോ? ചുണ്ണാമ്പ് വെള്ളത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് കേട്ടോ പറയാ. അപ്പൊ നമ്മള് കാലിത്തീറ്റയിലൊക്കെ എന്ത് ചെയ്യും? ചുണ്ണാമ്പ് കൊടുക്കും അല്ലെ? ചുണ്ണാമ്പ് വെള്ളം കാലികൾക്ക്, കാലിത്തീറ്റ അല്ലെ, അതിലെന്ത് കൊടുക്കും? ചുണ്ണാമ്പ് വെള്ളം കൊടുക്കൂലേ? അപ്പൊ അങ്ങനെ ഓർത്തിച്ചൂടെ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അങ്ങനെ ഓർത്തിരിക്ക. കാൽസ്യം കാലിത്തീറ്റ, ചുണ്ണാമ്പ് വെള്ളം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം എന്ന് കിട്ടാൻ വേണ്ടി കണക്ട് ചെയ്താ, കാലിത്തീറ്റയില് ചുണ്ണാമ്പൊക്കെ യൂസ് ചെയ്യൂലേ, അങ്ങനെ ഓർത്ത് വെക്കാൻ വേണ്ടിട്ടാട്ടോ. അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോ ഫുള്ള് ഒരു പുകയൊക്കെ. അപ്പൊ ഈ കാൽസ്യം ആണോ ഇനി സോഡിയം ആണോ പൊട്ടാസ്യം ആണോ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിന് വേണ്ടിട്ട് ഞാൻ പറഞ്ഞതേ. കിട്ടിയല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? CaOH ടോയ്സ് എന്നാട്ടോ എഴുതാ. ഫോമിൽ എഴുതലെന്താ? CaOH ടോയ്സ്. എന്ന് എഴുതാ, OH പറഞ്ഞാൽ എന്താ? ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ, ഹൈഡ്രോക്സൈഡ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇങ്ങോട്ട് ചോയ്സ് ഇടുക. CaOH ചോയ്സ് അല്ലെങ്കിൽ 2 അങ്ങനെ ഇടാ. CaOH കിട്ടിയല്ലോ. CaOH എന്നാണ് ചുണ്ണാമ്പ് വെള്ളത്തെ നമ്മൾ പറയാ. അല്ലെങ്കിൽ എന്ത് പറയും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ്, OH എന്ന് പറഞ്ഞ എന്താ? ഹൈഡ്രോക്സൈഡ്. തല കുത്തനെയാണ് നമ്മൾ വായിക്കുക. OHന്റെ ഫുൾ എന്താ? ഹൈഡ്രോക്സൈഡ്. Hന്റെ ഹൈഡ്രോ, ഇങ്ങോട്ട് തല തിരിച്ചിട്ട് ഇങ്ങോട്ട് വായിക്കുക, ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാൽഷ്യത്തിന്റെ ഫോം CaOH2, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുമല്ലോ. ഇനി അടുത്തത് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡയും എന്താ? കാസ്റ്റിക് സോഡ ഇതും എന്താണ്? വേഗം പറയൂ. കാസ്റ്റിക് സോഡയും ഒരു ആൽക്കലിക് സ്വഭാവമാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മള് ഇംഗ്ലീഷിൽ എന്താ പറയാ? കാസ്റ്റിക് സോഡക്ക് ഇത് ചോദിച്ചിട്ടുണ്ടേ, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ എന്നല്ലേ? അപ്പൊ ആ സോഡ എടുക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്ന് പറയുമ്പോഴോ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ, അപ്പൊ ആ സോഡ എടുക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാണ് അതിനെ വിളിക്കുക. കിട്ടിയല്ലോ. അല്ലെങ്കിൽ എന്ത് പറയും? NaOH എന്ന് നമ്മൾ പറയും. സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ കെമിക്കൽ ഫോമിൽ എഴുതുമ്പം NaOH, സോഡിയം എന്നുള്ളതിന്റെ OH ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ NaOH. ഇനി അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ് ആണെങ്കിലോ, കാസ്റ്റിക് പൊട്ടാഷിനെ വിളിക്കുന്നതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആ പൊട്ടാഷ് എന്നുള്ളത് എടുത്തിട്ട് പൊട്ടാസ്യം എന്നാക്കുക, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അതിന്റെ ഫോം എന്താ? KOH. K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം അല്ലേ? സെറ്റ് ആയില്ലേ? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, KOH. ഇനി അടുത്തതാണ് ലിക്കർ അമോണിയ. ലിക്കർ അമോണിയ PSC ചോദിച്ചതാണ്. ലിക്കർ അമോണിയ, ജലത്തിൽ ലയിപ്പിച്ചിട്ടുള്ള ലിക്കർ അമോണിയ. എന്താണ് ലിക്കർ അമോണിയ? നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ലിക്കർ അമോണിയ. ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാല് അമോണിയം ഹൈഡ്രോക്സൈഡിന് എന്ത് ചെയ്യും? ജലത്തില് ലയിപ്പിച്ചതാണ് ലിക്കർ അമോണിയ, അല്ലെങ്കിൽ ദ്രാവക അമോണിയം എന്ന് പറയും. കിട്ടിയല്ലോ. എല്ലാവർക്കും പോയിന്റ് കിട്ടിയോ? ലിക്കർ അമോണിയ എന്താ മനസ്സിലായോ? ലിക്കർ അമോണിയ നമ്മുടെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ, അമോണിയത്തെ എന്ത് ചെയ്യാ? വെള്ളത്തിൽ ലയിപ്പിക്കുക, അതിനെയാണ് ലിക്കർ അമോണിയ എന്ന് പറയാ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി എന്ന് പറയും. അതൊന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഫോം എന്താ? NH3OH എന്നാണ് കേട്ടോ. NH3OH എന്ന് എഴുതി വെക്കണേ. NH3OH. അമോണിയത്തിന് എന്താ പറയാ? NH3 എന്നല്ലേ? പിന്നെ അതിലേക്ക് ഒരു OH ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാന് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം, നിങ്ങൾ ഇങ്ങോട്ട് പറയോ? അതിന്റെ ഫോം ഇങ്ങോട്ട് പറയോ? CaOH2 അതിന്റെ എന്താ വിളിക്കുക? CaOH2. അതിനെന്ത് വിളിക്കും? CaOH2. വേഗം പറയൂ. CaOH2. എന്താ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതിനെ വിളിക്കുന്ന മറ്റേ പേരെന്താ? ചുണ്ണാമ്പ് വെള്ളം. നമ്മളെ കാലിത്തീറ്റ നമ്മൾ പറഞ്ഞു അല്ലെ? ചുണ്ണാമ്പ് വെള്ളം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയാണ്. കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോളി. കാൽസ്യം ഓക്സൈഡ് നീറ്റുകക്കയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏതാ? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അവിടെ ഹൈഡ്രോ വന്നിട്ടുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളമാണ്. അത് ഓർത്തിരിക്കണേ. വെള്ളം ചേർത്ത ഹൈഡ്രോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ.
വെള്ളം ചേർത്ത ഹൈഡ്രോ ആണ്. ഹൈഡ്രോ. വെള്ളം എന്ന് പറഞ്ഞില്ലേ നമ്മളവിടെ ചുണ്ണാമ്പ് വെള്ളം. ഓക്കെ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് വെള്ളം. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിന് എന്താ നമ്മൾ പറഞ്ഞിനി? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പേരെന്തായിരുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. അതിനെന്ത് വിളിക്കും? വേഗം അറിയും. സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. NaOH. അതിനെന്താ ഒരു പേര് വിളിച്ചില്ലായിരുന്നോ? സോഡിയം കാസ്റ്റിക് സോഡ. കറക്റ്റ് ആണ് ഹരിത. കാസ്റ്റിക് സോഡ. ആ സോഡിയം എന്നുള്ളത് എടുക്കുക. കാസ്റ്റിക് സോഡ. പിന്നെ അടുത്തത് കാസ്റ്റിക് പൊട്ടാഷ് എന്തായിരുന്നു? കാസ്റ്റിക് പൊട്ടാഷ്. അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? കാസ്റ്റിക് പൊട്ടാഷ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കും അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? KOH. കിട്ടിയല്ലോ. പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ പേരെന്തായിരുന്നു? അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ മറ്റൊരു പേര്. അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനിയുടെ മറ്റൊരു പേര് ലിക്വർ അമോണിയ. മറന്നുപോയത് ലിക്വർ അമോണിയ. ലിക്വർ അമോണിയ അല്ലെങ്കിൽ ദ്രാവക അമോണിയം. അതായത് NH3OH. NH3 എന്ന് പറഞ്ഞ അമോണിയ. അതിക്കൊരു OH ഇട്ട് കൊടുക്കുക. സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇത്രയും ഭാഗങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ ലാസ്റ്റ് ഉള്ള ഒരു ഭാഗമാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. എന്താണ് സൂചകങ്ങൾ? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്? ആർക്കെങ്കിലും അറിയോ? അതായത് നമ്മളെ ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ യൂസ് ചെയ്യണതിന് പകരം നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് ഇത് ഇൻഡിക്കേറ്റേഴ്സ്. ഓർത്തിരിക്കണേ. ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പൂവൊക്കെ എന്താ? ഒരു തരം ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് നിറം മാറ്റത്തിലൂടെ എന്ത് ചെയ്യാ? നമ്മൾ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്ത്? ഇൻഡിക്കേറ്റേഴ്സ്. അല്ലെങ്കിൽ എന്ത് വിളിക്കും? സൂചകങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ നമ്മളെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സൂചകങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഫിനോഫ്തലിൻ. എന്താണ്? ഫീനോഫ്തലിൻ. ഓർത്തിരിക്കണേ. ഫീനോഫ്തലിൻ. ഇതൊക്കെ എന്താണ്? ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മളെ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് ഫിനോഫ്തലിൻ. ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. നമ്മള് എന്താ പറയാ, ലാബിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ചെമ്പരത്തിപ്പൂവും ലിറ്റ്മസ് പേപ്പർ ഒക്കെ എന്താ? ഒരു തരം ഫിനോഫ്തലിൻ ആണ്. നമ്മളെ മീഥൈൽ ഓറഞ്ച്. ഇതെന്താ? മീഥൈൽ ഓറഞ്ചും ഒരു പിന്നെ ഇൻഡിക്കേറ്റർ ആണ്. അതേപോലെ വെള്ള പേപ്പർ, നമ്മളെ ലിക്വിഡ് ബ്ലൂ എന്നൊക്കെ പറയും. ലിക്വിഡ് ബ്ലൂ എഴുതി വെക്കണം. ലിക്വിഡ് ബ്ലൂ അല്ലെങ്കിൽ തുള്ളി നീലം എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താ? ഒരു തരം ഇൻഡിക്കേറ്റർ ആണ്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് എന്താന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങള്. നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ചെമ്പരത്തി പൂവ്, ലിറ്റ്മസ് പേപ്പർ, അതേപോലെ നമ്മളെ മഞ്ഞള്, ബീട്രൂട്ട് ഒക്കെ. എന്തൊക്കെ? മഞ്ഞള്, ബീട്രൂട്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യൂ? ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ മഞ്ഞള് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ മഞ്ഞള് കയ്യിലായിട്ട് നമ്മള് സോപ്പ് ഇട്ട് എന്തെങ്കിലും കഴുകുകയാണെങ്കിൽ ആ സോപ്പ് നമ്മളെ കൈ എന്താവും? ഒരു റെഡിഷ് കളറാവും അല്ലെ. കാരണം എന്താ? അവിടെ ആൽക്കലിന്റെ ഒരു നേച്ചർ വരികയല്ലേ. നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഒരു റെഡ് കളറാവുന്ന ആൽക്കലി നേച്ചർ അവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? ഈ സോപ്പിൽ ആൽക്കലി ഇല്ലേ, അങ്ങനെ ആൽക്കലിന്റെ ഒരു നേച്ചർ വരുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടാവും. ഓർത്തിരിക്കണേ. അതൊക്കെ എങ്ങനെയെന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ. ആൽക്കലിയിൽ മഞ്ഞ കളർ ഉണ്ടാവും. നമ്മളെ മഞ്ഞൾ ആൽക്കലിയിൽ എന്ത് കളറാ ഉണ്ടാവാ? നമ്മള് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആൽക്കലിയിലും ചുവപ്പ് ആവൂലല്ലോ എന്ന്. പക്ഷെ മഞ്ഞൾ നേരെ തിരിച്ചാണ് കേട്ടോ. മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ ആൽക്കലിയിൽ ചുവപ്പ് കളറും പിന്നെ ആസിഡിൽ എന്ത് കളറാ? മഞ്ഞ കളറും ആണ് ഉണ്ടാവുക. ആസിഡ് ആണെങ്കിൽ മഞ്ഞ കളറാവും, ആൽക്കലി ആണെങ്കിൽ അവിടെ എന്താണ്? ചുവപ്പ് കളറാണ് കാണിക്കുക. അതൊന്ന് മനസ്സിലാക്കുക. സെറ്റ് ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലായിരിക്കുന്നു. ചെമ്പരത്തി പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആസിഡ് ആണെങ്കിൽ ചുവപ്പും ആൽക്കലി ആണെങ്കിൽ നീലയാണ് എന്നുള്ളത്. പക്ഷെ മഞ്ഞളാണെങ്കിൽ നേരെ തിരിച്ചാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങള് പിന്നെ സോപ്പ് ഇട്ട് യൂസ് ചെയ്തിട്ട് കൈ കഴുകുന്ന ആ ഒരു രംഗം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ.
ഇത്രയും സെറ്റ് അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ അടുത്തതാണ് സാർവിക സൂചകം യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? എന്താണ് സാർവിക സൂചകം? സാർവിക സൂചകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതെന്താന്ന് ചോദിച്ചാല് പലേ സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ്. അതായത് നമ്മളെ ഈ മഞ്ഞള്, ചെമ്പരത്തിപ്പൂവ്, അതുപോലെ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞതാണ്. നമ്മളെ ഫിനോഫ്തലിന്, മീഥൈൽ ഓറഞ്ച് ഇങ്ങനത്തെ ഒരുപാട് സൂചകങ്ങളുടെ ഒരു മിശ്രിതം, ടോട്ടൽ ഒരു മിക്സ്ചർ ആണ് എന്ത്? സാർവിക സൂചകം അല്ലെങ്കിൽ എന്ത് പറയും? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയും. കിട്ടിയോ? എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണ് സാർവിക സൂചകം. കിട്ടിയോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സാർവിക സൂചകം പറഞ്ഞ എന്താ? എല്ലാ സൂചകങ്ങളും കൂടി കൂടിയതാണ് സാർവിക സൂചകം. അപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് ചോദിച്ചാല് നമ്മൾ ആസിഡ് സ്വഭാവത്തിന്റെയും ആൽക്കലി സ്വഭാവത്തിന്റെയും തീവ്രത അനുസരിച്ച് പല നിറങ്ങളും സാർവിക സൂചകം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലഭിക്കും. അതായത് ഇപ്പൊ ആസിഡിന് നല്ല വീര്യം ഉണ്ടെങ്കിൽ ഒരു കളറ്, വീര്യം കുറഞ്ഞതാണെങ്കിൽ വേറൊരു കളറ്. അങ്ങനെ ഈ സാർവിക സൂചകം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല വീര്യത്തിലുള്ള ലിക്വിഡുകളും മിക്സ്ചറുകളും അല്ലെങ്കിൽ ആസിഡിനെയും ആൽക്കലിനെയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ പൊതുവെ നമുക്കൊരു ആസിഡ് ആണോ നോക്കണമെങ്കിൽ ഇപ്പൊ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്താൽ നമുക്ക് എന്താ പറ്റുക? ആസിഡ് ആണെങ്കിൽ റെഡ് കളറാണ്, ആൽക്കലിൻ ആണെങ്കിൽ നീല കളറാണ്. അത്രയല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ സാർവിക സൂചകം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കോൺസെൻട്രേഷനും കൂടി നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓർത്തിരിക്കണേ. സാർവിക സൂചകത്തിന്റെ ഡിഫറൻസ് എന്താണ്? മറ്റു സൂചകങ്ങളിൽ നിന്നും കോൺസെൻട്രേഷൻ കൂടി, അതായത് തീവ്രത വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി എച്ച് പോലെയാണ് ഇത് ട്ടോ. നമ്മൾ തീവ്രത അനുസരിച്ച് ഇത് മാറ്റും. ഓരോ കളർ ഇങ്ങനെ ചേഞ്ച് ആവും. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്? അപ്പൊ നമ്മൾ പി എച്ച് പോലെ, ഇത് പി എച്ച് പോലെ തന്നെയാണ്. കാരണം ഇതൊരു കുപ്പിയാണ്. ഈ സാർവിക ലായകം എന്ന് പറഞ്ഞ ഒരു കുപ്പിയില് ഒരു ഡ്രോപ്പർ പോലെ ഒരു കുപ്പിയിൽ നിറച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു കുപ്പിന്റെ മുകളിൽ എന്തുണ്ടാവും? നമ്മളെ ഒരു ചാർട്ട് ഉണ്ടാവും, ഒരു കളർ ചാർട്ട് ഉണ്ടാവും. അപ്പൊ ഓരോ വാല്യൂ, ഓരോ കളറിനും ഈ ഒരു ദ്രാവകം ഒഴിക്കുന്നതിനനുസരിച്ച്, ഡ്രോപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കളർ മാറുകയാണ് ചെയ്യുക. അപ്പൊ കളർ മാറുമ്പം ഇതിൽ ഈ ഒരു കുപ്പിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കളർ ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എടുത്തിട്ടുള്ള ലായത്തേക്ക് എന്ത് ചെയ്യും? ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്, ആ ബീക്കറിൽ ആസിഡ് ഉണ്ട്. അപ്പൊ ആസിഡിന്റെ വീര്യം അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സാർവിക ലായകം ഒരു 3 തുള്ളി യൂസ് ചെയ്ത് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ 3 തുള്ളി യൂസ് ചെയ്തപ്പോ തന്നെ നല്ലൊരു കളർ കിട്ടി, വേറൊരു കളർ കിട്ടി. ഇപ്പൊ എക്സാമ്പിൾ പറയുന്ന ഒരു നല്ല റെഡിഷ് കളർ കിട്ടി. ആ റെഡിഷ് കളർ കിട്ടുമ്പോൾ ആ കളർ എവിടെയെന്ന് ഞാൻ നോക്കുക. ഈ കുപ്പിന്റെ മുകളിൽ എന്തുണ്ടാവും? ആ റെഡിഷ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഒരു തുള്ളി ഉറ്റിച്ചാല് അല്ലെ, എത്ര തുള്ളിയാണ് ഞാൻ കണക്ക് പറഞ്ഞതല്ല, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ ഉറ്റിക്കുമ്പോ ഈ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, ഇതിലെന്തുണ്ടാവും? കളറ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ കളർ നമ്മൾ നോക്കുക, അതിന്റെ മുകളിൽ അതിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിന് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്, എത്ര അളവിലാണ് ഇതിൽ അസറ്റിക് അടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ആൽക്കലി സ്വഭാവം ഇതിനുള്ളത് എന്നുള്ള നേച്ചർ മനസ്സിലാവും. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കിട്ടിയല്ലോ എല്ലാവർക്കും? കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്? ഓക്കെ. ഇനി അടുത്തത് നിർവീകരണം അല്ലെങ്കിൽ എന്ത് പറയും? ന്യൂട്രാലിസേഷൻ അല്ലെങ്കിൽ നിർവീകരണം എന്ന് പറയും. എന്താണ് നിർവീകരണം അല്ലെങ്കിൽ ന്യൂട്രാലിസേഷൻ? അതായത് നമ്മൾ ആസിഡും ആൽക്കലികളും എന്ത് ചെയ്യാ? ഒരുപോലെ ഒരു ബീക്കർ എടുത്തിട്ട് ഞാൻ ഒരു 3 തുള്ളി ആൽക്കലിയും 3 തുള്ളി ആസിഡും യൂസ് ചെയ്തു. അപ്പൊ എന്താ? പോസിറ്റീവ് നെഗറ്റീവ് ഇത് രണ്ടും കൂടി കൂട്ടിയാല് 0 അല്ല നമുക്ക് കിട്ടുക. ഒരേപോലെ രണ്ട് സംഭവങ്ങൾ വരികയാണെങ്കിൽ എന്താ? ഇപ്പൊ നമ്മളിങ്ങനെ പറയല്ലേ, പഞ്ചിങ് ഒക്കെ ചെയ്യുമ്പോ എന്ത് ചെയ്യും? നമ്മള് ഒരേ ശക്തിയാണെങ്കിൽ അത് 0 ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെയാണ് ആസിഡും ആൽക്കലിയും ഒരുപോലെ ഒരേ അളവിൽ പ്രവർത്തിച്ചാൽ അത് രണ്ടും എന്ത് ചെയ്യും? നിർവീര്യമായിട്ട് പോകും. അവരുടെ രണ്ടാളെ ശക്തിയും നഷ്ടപ്പെട്ടിട്ട് അതെന്ത് ചെയ്യും? ജലവും ലവണങ്ങളുമായി മാറും. ഓർത്തിരിക്കണേ. ആസിഡും ആൽക്കലിയും പ്രവർത്തിച്ചിട്ട് എന്താ ഉണ്ടാവുക? ജലവും ലവണങ്ങളും ഉണ്ടാവും. അപ്പൊ ജലം എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ കിട്ടും, ലവണങ്ങൾ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അത് ഓർത്തിരിക്കുക. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനമാണ് എന്ത്? നിർവീകരണം. സെറ്റാണല്ലോ? കിട്ടിയല്ലോ? ആൽക്കലിയും ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുക?
ലവണങ്ങളും അതേപോലെ എന്താണ് ഉണ്ടാവുക? ജലവും ഉണ്ടാവുന്നു. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇവരുടെ നശിക്കുന്നു. എനി ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോട്ടെ? അടുത്തേക്ക് പോട്ടെ? അടുത്തേക്ക് നമ്മൾ ഈ സൂചകങ്ങൾ പറഞ്ഞില്ലേ? അപ്പൊ ഈ സൂചകങ്ങളെ ഞാൻ ഓരോന്ന് അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ ഇങ്ങട്ട് ആൻസർ പറയണം. അറിയാത്തത് ഞാൻ പറഞ്ഞുതരും ട്ടോ. ഒരു 5 മിനിറ്റും കൂടി ഉള്ളൂ ഈ ചാപ്റ്റർ തീരും. ഒരു 7:05 വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? അതുകൊണ്ട് കഴിഞ്ഞ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ തന്നെ ഈ ചാപ്റ്ററിന് നിൽക്കണ്ടല്ലോ. വെയിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ. ഓക്കെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നീല ലിറ്റ്മസ് പേപ്പർ നമ്മള് ആസിഡിൽ മുക്കുമ്പോ എന്ത് കളറാ ഉണ്ടാവാ? നിങ്ങൾക്ക് അറിയണാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഫസ്റ്റ് മുതൽ പറയാം. റെഡ് കളറാ. ആൽക്കലിയിലാണെങ്കിലോ? ആൽക്കലിയിൽ നീല കളറ്. മുളക് പൊടി എടുത്തു നമ്മള്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണാണ്. മുളക് പൊടി എന്താ? ആസിഡില് മുളക് പൊടിന്റെ കളർ എന്തേകരം? ആസിഡില് മുളക് പൊടിന്റെ നിറം ആർക്കെങ്കിലും അറിയോ? ഇളം ചുവപ്പാണ് ട്ടോ. ഇളം ചുവപ്പാണ്. ആൽക്കലിയിലാണെങ്കിലും ഇളം ചുവപ്പാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഈ മുളക് പൊടിനെ നമ്മൾ വല്ലാതെ തിരിച്ചറിയുന്നു. മുളക് പൊടി വല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നാലും എന്താണ് ചില സാഹചര്യങ്ങളില് നമ്മൾ മുളക് പൊടിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓർത്തിരിക്കണേ. ആസിഡിലും ആൽക്കലിയിലും മുളക് പൊടി എന്ത് കളറാ കാണിക്കുന്നത്? ഇളം ചുവപ്പ് കളറാണ്. ഇളം ചുവപ്പ് കളറ്. ഓർത്തിരിക്കാണ് ട്ടോ. പിന്നെ അടുത്ത പോലെ നമ്മളെ ചെമ്പരത്തിപ്പൂവ്, നീല ചെമ്പരത്തി പേപ്പർ. ലൈറ്റ് റെഡ് ആണ്. ചെമ്പരത്തി പേപ്പറിന്റെ ഓൾറെഡി കളർ എന്താ? നീലയാണ്. ഈ നീല കളറ് ആസിഡിൽ എന്ത് കളറാവും? ആസിഡിൽ എന്ത് കളറാവും? ചുവപ്പ്. ചുവപ്പ്. ഓക്കെ. ആൽക്കലിയിലോ? നീല കളറ്. ഇനി അടുത്തതാണ് ഫിനോഫ്തലിന്. ഫിനോഫ്തലിന് എന്ന് പറഞ്ഞാല് പൊതുവെ നമ്മൾ ഫിനോഫ്തലിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൈൻഡിലേക്ക് വരിക പിങ്ക് കളറാണ് എന്നാ അല്ലെ? പക്ഷെ ഇത് ആസിഡിലും ആൽക്കലിയിലും വേറെ വേറെ കളറാണ് യൂസ് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, ഫിനോഫ്തലിന് ആസിഡിലെ കളർ എന്തായിരിക്കും? ആസിഡിലെ കളർ ഫിനോഫ്തലില് കളർ ഉണ്ടാവൂല. ആൽക്കലി ആണെങ്കിൽ എന്താവും? ആൽക്കലി ആണെങ്കിൽ പിങ്ക് കളർ ആവും ട്ടോ. അതായത് ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യാ? ഒക്കെ ആർക്കെങ്കിലും അറിയോ? എങ്ങനെയാണ് ഫിനോഫ്തലിൻ നമ്മൾ യൂസ് ചെയ്യുക? നമ്മൾ ലാബിലൊക്കെ എന്ത് ചെയ്യും? ഒരു ബീക്കറിൽ കുറച്ച് ആസിഡ് എടുക്കും. ബീക്കറിൽ എന്ത് ചെയ്യും? കുറച്ച് ആസിഡ് എടുക്കും. എന്നിട്ട് ഈ ബീക്കറിൽ പിന്നെ ഒരു ബീക്കറിൽ കുറച്ച് ജലം എടുക്കും. അല്ലെങ്കിൽ എന്താണോ അതിലുള്ളത് എന്തെങ്കിലും ഒരു ദ്രാവകം എടുക്കും. ഇപ്പൊ ഈ ദ്രാവകത്തിലാണ് നമ്മൾ നമുക്ക് നോക്കണ്ടേ? ഇതില് ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ദ്രാവകം എടുത്തിട്ട് ഇതില് ആസിഡ് ആണോ ആൽക്കലി ആണോ നമുക്ക് അറിയണം. അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് കുറച്ച് ഫിനോഫ്തലിൻ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യും. കുറച്ചൊരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് ഫിനോഫ്തലിൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് വരും. ഒരു കറക്റ്റ് പോയിന്റിൽ നമ്മൾ പിന്നെ സയൻസ് ലാബിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് ഒരു പോയിന്റ്, അതായത് ഓരോ തുള്ളിയായിട്ട് മാത്രമേ അതിലേക്ക് ഊറ്റിക്കാൻ പറ്റുള്ളൂ. ലാബൊക്കെ ചെയ്തപ്പോ ഞാൻ പെട്ട പാടോ. ഒരു തുള്ളി ചേറിയാലേ ഒരു കളറും കിട്ടൂല. വെള്ളയും കിട്ടൂല, പിങ്കും കിട്ടൂല, വേറെ എന്തെങ്കിലും കളറൊക്കെ ആവും. അപ്പൊ അത്രയും നമ്മൾ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യും? ഓരോ തുള്ളി ഇങ്ങനെ ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങ് കൊടുക്കും. അങ്ങനെ ഓരോ തുള്ളി ആഡ് ചെയ്യുമ്പോൾ ആ തുള്ളിന്റെ കണക്ക് വരെ നമുക്ക് എടുത്തേക്കണം സയൻസ് പഠിക്കുന്ന ടൈമില്. അപ്പൊ ഓരോ തുള്ളികളും ആഡ് ചെയ്യുമ്പോൾ ഒരു കറക്റ്റ് ഒരു മെഷർമെന്റ് ഉണ്ടല്ലോ, അത് ഓരോ ലായനിക്കും വ്യത്യസ്തമാണ്. അങ്ങനെ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഇത് ആസിഡ് ആണെങ്കിൽ ഫുൾ കളർ എന്ത് ചെയ്യും? പോവും. ഒരു നിറവും ഇല്ലാതാവും. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇത് ആൽക്കലി ആണെങ്കിൽ എന്താവും? പിങ്ക് കളറും. ആ പിങ്ക് ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് മക്കളെ. അത് നിങ്ങൾക്ക് ഈ സയൻസ് എടുത്തവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ആ വെള്ള കളറായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇതിങ്ങനെ ഉറ്റിക്കുമ്പോ ഉണ്ടല്ലോ നമ്മള് അത്രയും ഒരു ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞു കഥ. ഒരു തുള്ളി ഏറാനും പറ്റില്ല, ഒരു തുള്ളി കുറയാനും പറ്റൂല. എന്താ കുറഞ്ഞ കളറ് പിന്നെ ആ വെള്ളം കിട്ടൂല. ഇനിയിപ്പോ അതായത് ഈ ഫിനോഫ്തലിനെ ഒറ്റിച്ചിട്ടുള്ള ആ ഒരു ലായക ആസിഡ് ആണെന്ന് വിചാരിച്ചോളി. അപ്പൊ ഞാനിതിങ്ങ് ഒറ്റിച്ച് വരുമ്പം പിന്നെ ഡ്രോപ്പിന്റെ എണ്ണം കൂടെ കുറയോ ചെയ്താൽ ചിലപ്പോ വെള്ളി ആവൂല, പിങ്കും ആവൂല, വേറെ എന്തെങ്കിലും കളറാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് മുതൽ ആ ഒരു എക്സ്പെരിമെന്റ് ചെയ്യണം. അത്രയും സൂക്ഷ്മമായിട്ടാണ് ഫിനോഫ്തലിൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആഡ് ചെയ്യുന്നത്. അത്രയും സൂക്ഷ്മത പുലർത്തിയിട്ടാണ് ഓരോ സൂചകങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പൊ ഫിനോഫ്തലിന് ആസിഡിൽ ഒരു നിറം ഉണ്ടാവില്ല, ആൽക്കലിയിലാണെങ്കിൽ പിങ്ക് കളറാണ്. ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ മീതേൽ ഓറഞ്ചിന്റെ പ്രത്യേകത ആർക്കെങ്കിലും അറിയോ?
മീഥൈൽ ഓറഞ്ച്. ഈ മീഥൈൽ ഓറഞ്ച് യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ അതും ഇതേപോലെയാണ് ട്ടോ. ഇതാണെങ്കിൽ എന്താ ആസിഡ് ആണെങ്കിൽ ഇളം പിങ്ക് കളറാ കിട്ടുക. ഇളം പിങ്ക് കളർ ഓർത്തിരിക്കുക. ഇളം പിങ്ക് കളറും പിന്നെ ആൽക്കലിയിലാണെങ്കിൽ ഇളം മഞ്ഞ കളറുമാണ് ട്ടോ. ഇളം മഞ്ഞ കളർ. ഇളം മഞ്ഞ. ആൽക്കലിയിലാണെങ്കിൽ ഇളം മഞ്ഞ, പിന്നെ ആസിഡിലാണെങ്കിൽ ഇളം പിങ്ക്. അങ്ങനെ ഓർത്തിരിക്കണേ. സെറ്റ് ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഉപ്പും ജലവും കിട്ടും. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നാണ് HCl. അതൊന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ഇതിന്റെ കൂടുന്നേ ഉപ്പും ജലവും കിട്ടും. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, സോഡിയം NaOH കൂടിച്ചേരാണ്. HCl-ഉം NaOH-ഉം കൂടി ചേരുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഉപ്പും ജലവും കിട്ടും. ഓർത്തിരിക്കണം. ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും NaOH-നെയും കൂടി ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഉപ്പും വെള്ളവും കിട്ടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. PSC ചോദിച്ചതാണ്. ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കും. അപ്പൊ HCl-നെയും നമ്മളെ ലാബിൽ ഉപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കും. അപ്പൊ എന്ത് പറയണം? നമ്മളെ ഉപ്പ് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. അതെന്തായിരുന്നു? വേഗം പറയോ? സോഡിയം ഹൈഡ്രോക്സൈഡിന് പറയുന്ന മറ്റൊരു പേര്. വേഗം പറയും എല്ലാരും. അപ്പകാരം. അല്ലാതെ അപ്പകാരാ? അല്ലാതെ നമ്മളെന്തോ പറഞ്ഞിരുന്നല്ലോ? അപ്പകാരം. അത് കറക്റ്റ് ആണ്. അപ്പകാരം അതല്ലല്ലോ. അപ്പകാരം സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ല. അപ്പകാരം എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റാ. അപ്പകാരം സോഡിയം ബൈകാർബണേറ്റ് ആണ് ട്ടോ. അത് മറന്നു പോയത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളെ അപ്പം എന്ന് പറയുമ്പോ എന്താ? അപ്പം ഉണ്ടാക്കാൻ വേണ്ടി കുത്തപ്പം, ദോശ, ഇതൊക്കെ ഒരു അപ്പാണല്ലോ. അപ്പൊ അപ്പം കഴിച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ വീട്ടിൽ നിന്നൊക്കെ ബൈ ബൈ പറഞ്ഞു പോവുക അല്ലെ? ഫുഡ് കഴിച്ചിട്ടല്ലേ നമ്മൾ ബൈ ബൈ പറഞ്ഞു പോവുക വീട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തൂടെ? സോഡിയം ബൈകാർബണേറ്റ് ആണ് എന്ത്? അപ്പകാരം. അപ്പം കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ബൈ ബൈ പറഞ്ഞു പോവുക. അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ്. മറന്നു പോകാൻ വേണ്ടിട്ടോ. ഓക്കെ. ദേവൂസ് എന്തോ ചോദിക്കണ്ട്. വേഗം പറയോ? ഡൗട്ടാണോ ദേവൂസ്? ഓക്കെ. കോഡ് സെറ്റായോ? ഇങ്ങനെ പറയുന്ന കോഡ് ക്ലിക്ക് ആവുണ്ടോ നിങ്ങക്ക്? ഓക്കെ. അങ്ങനെയല്ലേ ചോദിക്കാൻ കാരണം എന്താ അറിയോ? ഇത് ഓരോരുത്തരും ഓരോ രാജ്യത്തുള്ളോരാ. രാജ്യമല്ല, ഓരോ പ്രദേശത്തുള്ളോലാ. അപ്പൊ ചിലവർക്കൊന്നും എന്തേനി സെറ്റ് ആവില്ല. ഇതാരാ ഇക്ക് വയ്യാന്ന് പറയണേ? ജംഷിയ മിസ് ആണോ? ജംഷിയ മിസ് ഇതിലുണ്ടായിരുന്നല്ലേ? ഒളിച്ചിരിക്കായിരുന്നു കൊച്ചു കള്ളി. ഓക്കെ. ഇനി അടുത്തത് നേരെ അപ്പുറത്തേക്ക് പോവാണ്. ആസിഡും ആൽക്കലിയും കൂടിച്ചേരുമ്പം രണ്ടിന്റെയും വീര്യം നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞു. നമ്മളെ കേരളത്തിലെ മണ്ണിന് എന്ത് സ്വഭാവാ? കേരളത്തിലെ മണ്ണിന് എന്ത് സ്വഭാവമാണ്? വേഗം പറയൂ. കേരള മണ്ണ് എന്ത് സ്വഭാവം? കർഷക സ്വഭാവോ? ദേവൂസ് എന്താ പറഞ്ഞേ? ആൽക്കലി ഒന്നല്ല. നമ്മളെ കേരളത്തിലെ മണ്ണ് പൊതുവെ ആസിഡ് ആണ് ട്ടോ. ഓർത്തിരിക്കണേ. ആസിഡ് ആക്കിയിട്ടുണ്ട് നമ്മള്. നമ്മളെ കേരളത്തിലെ അപ്പൊ ആ സൈക്കോളജി ടൈമിലുണ്ടോ? ഓക്കെ മിസ്, ഇതിപ്പോ കഴിയൂട്ടോ. അതിപ്പോ കഴിയേ. ഈ ചാപ്റ്റർ കുറച്ചൊന്ന് മനസ്സിലാക്കി കൊടുക്കാണ്ടായിരുന്നു. ഇതിപ്പോ കഴിയും. എന്നിട്ട് നിങ്ങൾ എടുത്തോളി ട്ടോ. അവരോടൊന്ന് പറഞ്ഞാളേ സൈക്കോളജി കുട്ടികളോട്. ഇപ്പൊ ഈ 2 മിനിറ്റും കൂടി. അപ്പൊ നമ്മൾ ഈ കേരളത്തിലെ മണ്ണിന് ആസിഡ് സ്വഭാവം ആയതുകൊണ്ട് ഇതിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം ചേർത്ത് കൊടുക്കും ട്ടോ. ഓർത്തിരിക്കണേ. നമ്മളെ കേരളത്തിലെ മണ്ണിന് ആസിഡ് സ്വഭാവമാണ്. അതുകൊണ്ട് ആൽക്കലി സ്വഭാവമുള്ള കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് അതുകൊണ്ടാണ്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മളെ pH മൂല്യം കൂടി പറഞ്ഞിട്ട് നമ്മളെ ഈ ചാപ്റ്റർ കഴിയാണ്. ഇങ്ങോട്ട് നമ്മളെ ജംഷിയ മിസ് നമ്മളെ ക്ലാസ് വിട്ടു കൊടുക്കുകയാണ്. pH മൂല്യത്തിൽ എന്താ? 7 വരെ നമ്മൾ എന്ത് ചെയ്യും? 0 മുതൽ നമ്മള് 0, മൈനസ് അങ്ങനെ എല്ലാം തുടങ്ങിയിട്ട് എന്ത് ചെയ്യും? 0 മുതൽ രേഖപ്പെടുത്തിയിട്ടുള്ള 0 മുതൽ നമ്മക്കല്ല, LP-UPക്കാണ് ട്ടോ സൈക്കോളജി. 0 മുതൽ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? എണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ള സ്കെയിലാണ് എന്ത് വിളിക്കുന്നത്? pH സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക. ഇതിലെന്താ? നമ്മള് സെന്റർ പോയിന്റില് A എന്ന മൂല്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? 0 മുതൽ 14 വരെയാണ്. യാസ്മിന്റെ മൈക്ക്. 0 മുതൽ 14 വരെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് pH സ്കെയില്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? A എന്നുള്ളതിനെ നമ്മൾ സെന്റർ ആയിട്ട് എടുത്തിട്ട് Aന് മുകളിലുള്ളതിനെ എന്ത് വിളിക്കും? മുകളിലുള്ളത് ആസിഡോ?
താഴെയുള്ളതല്ലേ ആസിഡ്? ഉം. ഓക്കെ. മുകളിലുള്ളത് പിന്നെ എയിന് മുകളിലുള്ളത് ആൽക്കലിയും എയിന് താഴെയുള്ളത് ആസിഡുമാണ്. ഓർത്തിരിക്കുക ആസിഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആണെന്ന് ഓർത്തിരിച്ചാൽ മതി ട്ടോ. നെഗറ്റീവ് ആണ് എന്ത് ആസിഡ്. അതായത് എ എടുത്തിട്ട് ഞാൻ പറയാണ് ഒരു ലായനിയിൽ ഞാൻ മുക്കിയപ്പോ എനിക്ക് 9 ആൻസർ കിട്ടി. pH വാല്യൂ 9 കിട്ടി. അത് ആൽക്കലി ആണോ ആസിഡ് ആണോ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആൽക്കലി ആണോ ആസിഡ് ആണോ? ആ ആൽക്കലി ആണ്. ഒരു ലായനിയിൽ ഞാൻ മുക്കിയപ്പോ എനിക്ക് 1 ആൻസർ കിട്ടിയത്. pH വാല്യൂ 1. അത് ആസിഡ് ആണോ ആൽക്കലി ആണോ? ആസിഡ് ആണ്. അപ്പൊ എയിന് താഴെയുള്ളത് ആസിഡും എയിന് മുകളിലുള്ളത് ആൽക്കലിയുമാണ്. ഇങ്ങനെയാണ് നമ്മൾ pH ൽ എന്ത് യൂസ് ചെയ്യുന്നത്? ആ ഈ ഒരു കളർ ചാർട്ട് യൂസ് ചെയ്യുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മളെ വയറിന്റെ ഉള്ളില് HCl ഉണ്ട്. ഒരുപാട് ആസിഡുകൾ ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തെ ദഹിപ്പിക്കാനാണ് HCl ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഒട്ടും ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം എന്താണ് നമ്മളൊരു ടൈമിംഗ് ഒന്നും ഇല്ലാതെ കഴിക്കുമ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ത് വിചാരിക്കും? ഹൈഡ്രോക്ലോറിക് ആസിഡിന് അറിയോ? മൂപ്പരാക്കൊക്കെ അറിയില്ല എന്തിന് ഇവിടേക്ക് ഭക്ഷണം എത്തുന്നത് ഏത് ടൈമിനാണെന്ന് കറക്റ്റ് അറിയില്ല. മൂപ്പരാക്ക് എപ്പോഴും എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിൽക്കും. HCl എപ്പോഴും ഉണ്ടായോണ്ട് നിൽക്കും ചെറിയൊരു അളവില്. അപ്പം ഭക്ഷണം ഉണ്ടെന്ന് വെച്ചിട്ടാണ് HCl ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഭക്ഷണം കറക്റ്റ് കഴിക്കാത്ത ടൈമില് അല്ലെങ്കിൽ ഓവറായിട്ട് അസിറ്റിക് ആയിട്ടുള്ള ആസിഡുകള് പിന്നെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ടൈമില് HCl കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യും? അസിറ്റിക് സ്വഭാവം അസിഡിറ്റിക് ആയിട്ട് പോവും. എല്ലാരും ഓർത്തിരിക്കണം. ആസിഡ് നേച്ചർ എങ്ങനെ ഉണ്ടാവുന്നത്? വയറിൽ കൂടാൻ കാരണം നമുക്ക് ഗ്യാസിന്റെ അസുഖം ഉണ്ട് എന്നൊക്കെ പറയാൻ കാരണം എന്താ? ഈ HClന്റെ അളവ് ഇങ്ങനെ ഓവറായിട്ട് ഉണ്ടാവുന്നതാണ്. കാരണം HCl എന്ത് ചെയ്യും? ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അൾസർ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ സെറ്റ് ആണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമ്മളെ ദിവ്യ അതാ പറഞ്ഞിട്ടുണ്ട്. എയിൽ നിന്നും കുറയും തോറും ആസിഡിന്റെ വീര്യം കൂടുന്നു. അത് കറക്റ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ താഴോട്ട് പോകുന്നതിനനുസരിച്ചാണ് ആസിഡ് കൂടുകയെന്ന്. അപ്പം 1 എന്നൊക്കെ പറയുമ്പോ എന്താ ഏറ്റവും കൂടുതൽ ആസിഡ് വീര്യം ഉള്ളതാണ്. 4 എന്ന് പറയുമ്പം ആ ഒന്നിനേക്കാളും പിന്നെ കുറഞ്ഞ ആസിഡിക് സ്വഭാവം ഉണ്ടാവുള്ളൂ. അതായത് എയിൽ നിന്നും കുറയും തോറും ആസിഡിന്റെ വീര്യം ഇങ്ങ് കൂടി കൂടി വരും. 0 ഒക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും അസിറ്റിക് ആണ്. അങ്ങനെ ഓർത്തിരിക്കും കേട്ടോ. എയിൽ നിന്ന് കൂടുകയാണെങ്കിൽ ആൽക്കലി വീര്യം അങ്ങനെ കൂടി കൂടി വരും. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എ ആണ് ജലം. അതെല്ലാവർക്കും അറിയല്ലോ. ജലം എ ആണ് എന്നുള്ളത്. ഓക്കെ. കാരണം എന്താ? അത് നിർവീര്യമാണ്. ജലം എന്താണ്? നിർവീര്യമാണ്. അതുകൊണ്ട് ജലത്തിന്റെ pH എന്ന് പറയുന്നത് എ ആണ് ട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് pH നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. അടുത്ത ചാപ്റ്റേഴ്സിൽ ഇത് പറയുന്നുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു. ഇതിന്റെ എക്സാം ഞാൻ